കാർ പോർച്ചിനും സിറ്റൌട്ടിനും താങ്ങായി നിരവധി പില്ലറുകൾ കൂടിയുണ്ട് ഈ വീടിന്. അവ ഡിസൈൻ ചെയ്തതും സ്ട്രെയിറ്റ് ലൈൻ പാറ്റേണിലാണ്. എക്സ്റ്റീരിയറിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതിൽ ഈ പില്ലറുകൾക്കും പങ്കുണ്ട്. കാർ പോർച്ചിനരികെയായി തന്നെയാണ് ഇവിടുത്തെ സിറ്റൌട്ട്. 6 AK ടൈൽസും ഗ്രാനൈറ്റും സമന്വയിപ്പിച്ചൊരുക്കിയ ഫ്ലോറിംഗോട് കൂടിയ സിറ്റൌട്ട്. സിറ്റൌട്ടിനും കാർ പോർച്ചിനും ഇടയിലായി ഒരു കോർട്ട്യാർഡ് സ്പേസ് ഉണ്ട്. ഉൾവശം നിറയെ മാർബിൾ പെബിൾസ് നിരത്തിയ കോർട്ട്യാർഡ്. തുറന്ന മുകൾ ഭാഗത്തുകൂടി മഴയും വെയിലുമൊക്കെ കടന്നു വരാവുന്ന വിധമാണ് ഈ കോർട്ട്യാർഡ് ഒരുക്കിയത്. സിറ്റൌട്ടിന്റെ നേരെ മധ്യത്തിലായിട്ടാണ് ഇവിടുത്തെ എൻട്രി ഡോർ. വൈറ്റ് കളർ ഡോർ. വുഡൻ ഡോറുകളിൽ പതിവുള്ള കൊത്തുപണികളോ മണിച്ചിത്രത്താഴ് ശൈലിയിലുള്ള പൂട്ടുകളോ ഒന്നുമില്ലാത്ത നല്ലൊരു വാതിൽ നിർമ്മിതി. ഈ വാതിലിനപ്പുറം ഒരു എൻട്രി ഫോയറാണ്. ഫോയറിന്റെ വലത്തോട്ട് തിരിഞ്ഞാൽ ഫോമൽ ലിവിംഗ് ഏരിയയാണ്. ഫോയറിന്റെ ഇടതുഭാഗത്തായി ഒരു ഡ്രൈ കോർട്ട്യാർഡും. എൽ ഷേപ്പിൽ സോഫ സെറ്റുകൾ നിരത്തിയതാണ് ലിവിംഗ് ഏരിയ. ഒട്ടേറെ വിസിറ്റേഴ്സിന് ഇരിക്കാൻ പാകത്തിലുള്ള സംവിധാനം. സോഫകൾക്ക് മുന്നിലായി നല്ലൊരു ടീപോയ്. ഗ്രേ കളർ പാറ്റേണിലാണ് ഒരു വശത്തെ ചുമരിന് നിറച്ചാർത്ത് നൽകിയത്. സീലിംഗിൽ പെർഗോള പാറ്റേണിൽ ഡിസൈൻ ഒരുക്കിയിട്ടുണ്ട്. ഒരു വശത്തെ ചുമരിലും പെർഗോള ഡിസൈനിൽ നീഷുകൾ നൽകി പെബിൾസും ഡ്രൈ പ്ലാന്റുകളും വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആകർഷകമായ ഒരു ലിവിംഗ് ഏരിയ. ഉമർ മാസ്റ്റർ സുഹൃത്തുക്കളെ സ്വീകരിക്കുന്നത് ഇവിടെയാണ്. എന്നാൽ സുഹൃത്തുക്കളുടെ സാന്നിധ്യം വീട്ടിലെ മറ്റംഗങ്ങളുടെ പ്രൈവസിയെ ബാധിക്കാത്ത ഡിസൈൻ കൂടിയാണ് ഈ മുറിയുടേത്. നല്ല പ്രൈവസിയുള്ള മുറി. ഈ മുറിയുടെ കളർ പാറ്റേൺ വീടിന്റെ മൊത്തം കളർ പാറ്റേണ് യോജിക്കുന്നതാണ്. റൂമിൽ ചെയ്തിരിക്കുന്ന കളേഴ്സ് എക്സ്റ്റീരിയറിനോട് തന്നെ സാമ്യമുള്ള ഒരു കളേഴ്സാണ് നമ്മൾ ഗ്രേ കളർ വാളിൽ ചെയ്തിരിക്കുന്നത്. 2 പോണ്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സീലിംഗിൽ പെർഗോള ചെയ്തിട്ടുണ്ട്. അത് പെർഗോള ലൈറ്റ്, നാച്ചുറൽ ലൈറ്റ് വരാൻ പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ വെർട്ടിക്കൽ പെർഗോള ഈ വാളിലും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ കീപ്പ് ചെയ്യാനാണ് നമ്മൾ വെർട്ടിക്കൽ പെർഗോള ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ പെബിൾസ് ഫിൽ ചെയ്തിട്ടുണ്ട്. വൈറ്റ് പെബിൾസും ഡ്രൈ റൂട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫോമൽ ലിവിംഗിന്റെ തൊട്ടിപ്പുറം ഫോയറിന്റെ ഇടതുഭാഗത്തായി നൽകിയ ഈ ഡ്രൈ കോർട്ട്യാർഡ് ഈ വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കും വിധമാണ് ഒരുക്കിയത്. നല്ല വെന്റിലേഷനും വെളിച്ചവും കൂടി വീട്ടിൽ നിറയ്ക്കുന്ന സജ്ജീകരണം. അതിനരികെയായിട്ടാണ് ഫാമിലി ലിവിംഗ് എന്നോ എന്റർടൈൻമെന്റ് ഏരിയയെന്നോ വിശേഷിപ്പിക്കാവുന്ന ഈ ഇടം. TV കാണുവാനുള്ള സംവിധാനവും ഇവിടെയാണ്. ഡൈനിങ് ഏരിയ കൂടി സജ്ജീകരിച്ച നീണ്ടൊരു ഹാളിന്റെ പാർട്ടാണ് TV ഏരിയ. വിശാലമായൊരു ഹാളിലാണ് ഡൈനിങ് അറേഞ്ച്മെന്റ്. 6 സീറ്റർ അറേഞ്ച്മെന്റ്. കസ്റ്റം മെയ്ഡായി ഇവിടെ തന്നെ നിർമ്മിച്ചെടുത്തതാണ് ടേബിളും ചെയറുകളും. അരികിൽ ഷോക്കേസ് പോലെ ഒരു കബേർഡ്. അതിൽ നിറയെ ക്രിസ്റ്റൽ ശില്പങ്ങൾ. ഡൈനിങ്ങിന്റെ മുകളിലെ സീലിംഗ് വർക്കും പ്രകാശ സജ്ജീകരണങ്ങളും ആകർഷകമാണ്. ഡൈനിങ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് 6 സീറ്റർ അറേഞ്ച്മെന്റ്സ് ആണ്. ഈ ഡൈനിങ് ടേബിളും കാര്യങ്ങളും നമ്മൾ ഇവിടെ തന്നെ വെച്ചിട്ട് ഫർണിച്ചർ നിർമ്മിച്ചത് ഇവിടെ വെച്ചിട്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ഡൈനിങ്ങിനോട് ചേർന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിന്റെ സീലിംഗിലുള്ള സംഭവങ്ങളും ചെയ്തിരിക്കുന്നത്. ഒരു പാറ്റേൺ ഇത് ചെയ്തിരിക്കുന്നത് മെറിൻ പ്ലൈവുഡിലും വെനീറും ഉപയോഗിച്ചിട്ടാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ ലൈറ്റ്സ് സെലക്ട് ചെയ്തിരിക്കുന്നതും ഈ ഒരു ഡൈനിങ് കോൺസെപ്റ്റിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഡൈനിങ് ചെയ്തിരിക്കുന്നത് സെപ്പറേറ്റ് പാർട്ടീഷൻ ഒന്നും ഇല്ലാതെ ഒരു ഹാൾ തന്നെയാണ് നമ്മൾ ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ പണ്ടൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ക്രോക്കറി ഷെൽഫ് എന്നുള്ള കോൺസെപ്റ്റിന് ചെറിയൊരു വ്യത്യാസപ്പെടുത്തിയിട്ട് ഒരു ക്രിസ്റ്റൽ ടൈപ്പ് സംഭവങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ക്രോക്കറി വിത്ത് ഒരു ക്രോക്കറി ഷെൽഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഡൈനിങ് ബൊഫെ ടേബിൾ, ഫുഡൊക്കെ എടുത്തിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബൊഫെ ടേബിൾ ഇതിൽ കൂടെ ചെയ്തിരിക്കുന്നത്. ഈ ഡൈനിങ് ഏരിയയ്ക്ക് അരികെ നിന്ന് എൻട്രി നൽകി 2 മുറികൾ കൂടിയുണ്ട് ഇവിടെ. ഒന്നിതാണ് കിച്ചൺ. രണ്ടാമത്തേത് ഇതാണ് ഗസ്റ്റ് ബെഡ്റൂം. ഒരു കണ്ടംപററി സ്റ്റൈൽ വില്ലയ്ക്ക് യോജിക്കുന്നതും യൂസർ ഫ്രണ്ട്ലി ആയതുമായ കിച്ചണാണ് ഇവിടെ. മിനിമലിസ്റ്റ് സ്റ്റൈൽ ഇന്റീരിയർ വർക്ക്. മിതമായി മാത്രം ക്യാബിനുകൾ നൽകിയുള്ള ഭംഗിയാർന്ന കിച്ചൺ. അരികിൽ വർക്ക് ഏരിയ, തൊട്ടിപ്പുറം സ്റ്റോർ റൂം എന്നീ സൗകര്യങ്ങളുമുണ്ട്. കോമ്പാക്ട് ബട്ട് എലഗന്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കിച്ചൺ. എക്സ്റ്റീരിയറിൽ ഡബിൾ ഹൈറ്റായി തോന്നുന്ന ഈ ഭാഗം കിച്ചന്റേതാണ്. കുറച്ച് സ്ഥലത്ത് കൂടുതൽ സൗകര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്.
ഇതിൽ ഡൈനിങ് ടേബിളിനോട് ചേർന്നിട്ട് തന്നെയാണ് കിച്ചൺ വേണം എന്നുള്ളത് ഒരു റിക്വയർമെന്റ്സ് ഉണ്ടായിരുന്നു. ഫുഡൊക്കെ എടുത്ത് സെർവ് ചെയ്യാനും കാര്യങ്ങളും വളരെ ഈസി ആകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കിച്ചണിൽ ഇത്ര കുറഞ്ഞ ഏരിയ ആണെങ്കിലും കൂടിയും എല്ലാ സൗകര്യങ്ങളും ഈ കിച്ചണിലുണ്ട്. വളരെ ലാവിഷായിട്ട് വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും ഈ കിച്ചണിൽ ചെയ്തിട്ടുണ്ട്. ഈ ക്യാബിനറ്റ്സും സംഭവങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈവുഡിലും അതേപോലെ തന്നെ ലാമിനേറ്റ്സിലാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയക്കരികിൽ നിന്ന് എൻട്രി നൽകിയാണ് ഇവിടുത്തെ ഗസ്റ്റ് ബെഡ്റൂം ഒരുക്കിയത്. ഭംഗിയാർന്ന ശയ്യാ സംവിധാനത്തോടു കൂടിയാണ് ഗസ്റ്റ് ബെഡ് ഒരുക്കിയത്. ബ്ലൈൻഡഡ് കർട്ടനാണ് ജനാലകൾക്ക്. ഫർണിഷിംഗും നിറച്ചാർത്തുമൊക്കെ ഒരുപോലെ ആകർഷകം. ഇവിടുത്തെ അടുത്ത സൗകര്യം ഇതാണ്. മാസ്റ്റർ ബെഡ്റൂം. വിശാലമായ മുറി, കിങ് സൈസ് ബെഡ്, ഭംഗിയാർന്ന ശയ്യ, വാളിലും സീലിംഗിലുമായി നൽകിയ വുഡൻ പാനലിംഗ്, ബ്ലൈൻഡഡ് കർട്ടൺ, ധാരാളം സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഉള്ള വാർഡ്രോബ്, ഡ്രസ്സിംഗ് ഏരിയ എന്നിവയൊക്കെ മാസ്റ്റർ ബെഡ്റൂമിന്റെ പ്രത്യേകതയാണ്. എക്സ്റ്റീരിയറിൽ കാർപോർച്ചിന്റെ സമീപമായി ഇവിടെയാണ് മാസ്റ്റർ ബെഡ്. ഇവിടെ നൽകിയ ധാരാളം ജനാലകൾ എല്ലാ ഭാഗത്തേക്കും വ്യൂ ഉറപ്പുവരുത്തുന്നുമുണ്ട്. മാസ്റ്റർ ബെഡ്റൂം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ക്ലയന്റിന്റെ റിക്വയർമെന്റ്സ് പ്രകാരം തന്നെയാണ്. ഈ ബെഡ്റൂമിൽ നിന്നാണ് വീടിന്റെ എല്ലാ ഏരിയയിലേക്കും അറ്റൻഷൻ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരു കോട്ട്, അതോടൊപ്പം തന്നെ ഒരു വാക്ക്-ഇൻ ക്ലോസറ്റ്, വാർഡ്രോബ്സ്, ഡ്രസ്സിംഗ് ഏരിയ ടു ടോയ്ലറ്റ്, അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എക്സ്റ്റീരിയർ ഡിസൈൻ പോലെ തന്നെ ഇന്റീരിയർ ഡിസൈനിലും കണ്ടംപററി പാറ്റേൺ ഫോളോ ചെയ്ത വീടാണിത്. കൊത്തുപണികളുള്ള ഫർണിച്ചർ എങ്ങുമില്ല. സിമ്പിൾ ഡിസൈൻ, പക്ഷേ ദീർഘകാലം ഫ്രഷ്നെസ് തോന്നും ഈ ഫർണിച്ചർ ഡിസൈനിന്. വിശാലമായ ഈ മുറ്റവും അതിനരികെ ചേർന്നുള്ള ലാൻഡ്സ്കേപ്പ് വർക്കും ഈ വീടിന് നല്ല ഭംഗി നൽകുന്നു. വീടിനെ ചുറ്റിയുള്ള കോമ്പൗണ്ട് വാളിനും ഗേറ്റിനുമുണ്ട് കണ്ടംപററി ഡിസൈനിന്റെ ആകർഷകത്വം. നിർമ്മാണം പൂർത്തിയാക്കാനെടുത്ത കാലയളവാണ് ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത. വെറും 8 മാസം കൊണ്ട് സ്ട്രക്ചർ ഫിനിഷും ഇന്റീരിയർ വർക്കും പെയിന്റിംഗ് വർക്കും ലാൻഡ്സ്കേപ്പ് വർക്കും ഒക്കെ പൂർത്തിയാക്കിയ ഒരു വീട് കൂടിയാണിത്.